ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ എക്സാം ആയിരുന്നു ഇരുന്ന്. എനിക്ക് തോന്നുന്നു വളരെ തരക്കേടില്ലാത്തൊരു എക്സാം ആയിരുന്നു. എല്ലാവരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും പാസ്സാവാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. അത്ര ഡിഫിക്കൽട്ട് ലെവലൊന്നുമല്ല. കാരണം നമ്മുടെ ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ടായിരിക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. എങ്ങനെ പോയാലും നമുക്ക് കുറേയൊക്കെ പാർട്ട് എന്നും പാർട്ട് ബി എന്നും പാർട്ട് സി എന്നൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പാർട്ട് എ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു മാർക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിക്കവാറും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തായിരിക്കുന്നു അല്ലെങ്കിൽ ഡെഫിനേഷനും ആയിരിക്കും. അതുപോലെ തന്നെയാണ് വന്നേക്കണേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് തന്നെയാണ് വന്നേക്കണേ. പിന്നെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, അതായത് റേഷ്യോസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ അല്ലേ? അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ വളരെ സിമ്പിളാണ്. കാരണം കറണ്ട് അസറ്റ് 5 ലക്ഷം തന്നിട്ടുണ്ട്, ഇൻവെൻട്രീസ് 1.5 ലക്ഷം തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് 2 ലക്ഷം. ക്യുക്ക് റേഷ്യോ കാണാൻ ക്യുക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ? ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് അസറ്റിലെ 5 ലക്ഷം, അതിൽ നിന്ന് ഇൻവെൻട്രി കുറച്ചാൽ മതി. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം കുറച്ചാൽ 3.5 ലക്ഷം. അപ്പോൾ 3.5 ലക്ഷം ഡിവൈഡഡ് ബൈ 2 ലാക്ക്, അതാണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ക്യുക്ക് റേഷ്യോ 2 മാർക്ക് എന്തായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ബികോം BBA ഇൻകം ടാക്സിൻ്റെ റിവിഷൻ ക്ലാസ് ഇന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നും നാളെ ആയിരിക്കും, 2 ദിവസം കൊണ്ട് നമ്മൾ ഓവറോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻകം ടാക്സിൽ നിങ്ങൾക്കൊരു 70% എബോവ് മാർക്ക് വാങ്ങണമെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇന്ന് രാത്രി 8 മണിക്കാണ് ക്ലാസ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, അതിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറയുക. നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, റെക്കോർഡഡ് ക്ലാസ് കിട്ടും, പ്ലസ് നോട്ട്സും നിങ്ങൾക്ക് കിട്ടും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നോട്ട്സും. ഈ ഒരു ക്ലാസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെറുതെ നമ്മൾ വായിച്ചു പോലല്ല, അതിലത്തെ പ്രോബ്ലം എങ്ങനെ നമുക്ക് വരാം, അല്ലെങ്കിൽ 10 മാർക്കിനൊക്കെ സാലറിയുടെ പ്രോബ്ലം വന്ന് എങ്ങനെ ആൻസർ ചെയ്യണം, അതുപോലെ തന്നെ തിയറീസ് എങ്ങനെ ആൻസർ ചെയ്യണം. തിയറി ഒന്നും ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട ഒരു പേപ്പർ അല്ല ഇൻകം ടാക്സ്. അപ്പോൾ ഏതൊക്കെ തിയറീസ് വരും, അതുപോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നും നാളെയും ഈ 2 ദിവസം മാത്രമേ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. രാത്രിയാണ് ക്ലാസ് ഉണ്ടാവുക, എല്ലാവർക്കും പറ്റുന്ന ടൈമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് വേണ്ട, റെക്കോർഡ് ക്ലാസ് മാത്രം മതി എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ സാറ്റർഡേക്ക് ശേഷം നമുക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നമുക്ക് തരും. അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ 299 ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. അത് വേണമെങ്കിൽ അത് അടച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഇന്ന് 8 മണിക്ക് മുമ്പായിട്ടാണ്. റെക്കോർഡ് ക്ലാസ്സിനാണെങ്കിലും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണെങ്കിലും ഇന്ന് 8 o'clock മുമ്പായിട്ട് തന്നെ ജോയിൻ ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 8 മണിക്ക് നമുക്ക് ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വെറുതെ ക്ലാസ് എടുക്കുക എന്നതിനുപരി നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും, അതിന് എങ്ങനെയൊക്കെ സ്കോർ ചെയ്യണം, അതിനോടൊപ്പം നോട്ട്സും നിങ്ങൾക്ക് PDF നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, വൈകാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ റേഷ്യോ അനാലിസിസ് എന്താണെന്നായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ റാപ്പിഡ് റിവിഷനിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിലൂടെ മാത്രം കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫീസ് അടിച്ചിട്ട് ഗ്രൂപ്പിലോട്ട് ആഡ് ആവുക കേട്ടോ. റേഷ്യോ അനാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഇൻ 2 നമ്പേഴ്സ് ആണല്ലേ? അതായത് 2 വേരിയബിൾസ് തമ്മിലുള്ള ഒരു റേഷ്യോ തന്നെയാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുക. അതുപോലെ ഇൻട്രാ ഫേം കമ്പാരിസൺ, ഇൻട്രാ ഫേമും ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രാ ഫേം ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഡൈനാമിക് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കീ ഫാക്ടർ, ഇതൊക്കെ എപ്പോഴും വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ആക്ടിവിറ്റി റേഷ്യോസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. സ്റ്റോക്ക് ടേൺ അങ്ങനെയുള്ള ആക്ടിവിറ്റി റേഷ്യോസ് നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റ്, അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലെ, ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകുന്നതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. പിന്നെ സോഴ്സ് ഓഫ് ഫണ്ട്, നമുക്ക് 4 രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാം. ഇത് ഷെയർ ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കണേ. പിന്നെ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ മേക്ക് ഓർ ബൈ ഡിസിഷൻ, മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്താണെന്നാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ആണ്. അതിൽ സെയിൽസ് വന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ സെയിൽസ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. വളരെ സിമ്പിളാണ്. 3 ലക്ഷത്തിൽ നിന്ന് 80,000 കുറച്ച് 2,20,000 ആണ്. 2,20,000 നിന്ന് 60,000 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു 1,00,000 സംതിങ്, 1,60,000 എന്തുമാണ് കിട്ടുക. അപ്പോൾ അതായിരിക്കും വേരിയബിൾ കോസ്റ്റ്. വാട്ട് ഈസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, എന്താണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അതുപോലെ തന്നെ വാട്ട് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി, അതായത് ടോട്ടൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഇവൻ സെയിൽസ് കുറയ്ക്കുമ്പോഴാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. 5 മാർക്ക് തന്നെയാണെങ്കിലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞിരുന്നു. തിയറി വരുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചോദിച്ചാൽ കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോൾ അതൊക്കെ തന്നെ എഴുതിയാൽ മതി. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും നമ്മുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസിൽ എന്തായാലും ഒരു ക്വസ്റ്റൻ ഉറപ്പായിട്ടും വരുന്നു പറഞ്ഞ് വന്നിട്ടുണ്ട്. റേഷ്യോ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അപ്പോൾ നമ്മുടെ 16ാമത്തെ ക്വസ്റ്റിൻ്റെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് റേഷ്യോ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടും വരിക. അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസസ്,
പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്യാഷ് സെയിൽസ്, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് ടു എംപ്ലോയീസ്, ബിസിനസ് എക്സ്പെൻസ്, ഇൻകം ടാക്സ് പെയ്ഡ്, സെയിൽ ഓഫ് മെഷീനറി. കാണാൻ പറയുന്ന നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അത് ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ക്യാഷ് സെയിൽസ്, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആഡ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ടു സപ്ലയർ, പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. സെയിൽ ഓഫ് മെഷീനറി എന്ന് വരുന്നതൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണല്ലോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആൽഫ ലിമിറ്റഡിന് നമുക്ക് 2 കമ്പനീസിൻ്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും അതുപോലെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാനാണ്. അപ്പോൾ ബോത്ത് കമ്പനീസും ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺട്രിബ്യൂഷൻ അല്ലേ, അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. കാരണം സെയിൽസ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ജസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. അത് വെച്ച് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് അത് ചെയ്താൽ പോരെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കിട്ടി. പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് പോയിന്റ് ഓഫ് 2 കമ്പനി. അപ്പോൾ 2 പോയിന്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് വെറുതെ മൈനസ് ചെയ്താൽ മതി. എന്ത് സിമ്പിളാന്ന് നോക്കിക്കേ. അടുത്ത ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ, ആവറേജ് കളക്ഷൻ പീരീഡ്, ട്രേഡ് പേയബിൾസ് ടേൺ ഓവർ റേഷ്യോ, ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് ചോദിച്ചേക്കണേ. അതുപോലെ തന്നെ കളക്ഷൻ പീരീഡും ചോദിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അടുത്തത് കൺവേർട്ട് ദ ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കമ്പാരിറ്റീവാണ്. അതിപ്പോൾ കമ്പയർ ചെയ്താൽ മതി അല്ലേ, 2 വർഷങ്ങളിൽ തമ്മിൽ ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. 22, 23, 24 ജസ്റ്റ് 23 ഡാറ്റാസിന് 22 ഡാറ്റാസ് ജസ്റ്റ് മൈനസ് ചെയ്താൽ ഫസ്റ്റ് കോളം കിട്ടും. അടുത്ത കോളം കിട്ടാൻ എന്ത് ചെയ്യണം, ആ കിട്ടിയ എമൗണ്ടിനെ 22, 23 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ പെർസെൻറ്റേജ് കിട്ടും. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എസ് എ ക്വസ്റ്റിൽ 24-ാമത്തത് നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഗ്രോസ് പ്രോഫിറ്റ് 30,000 വന്നിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചിട്ട് വേണം ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ. അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാം, വേറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അതും കിട്ടാത്തവരാണെങ്കിൽ അതിനേക്കാൾ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 26-ാമത്തെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാനുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണാം, അതിൽ 5 മാർക്ക്. പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ഇനി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കൾ, 27-ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് വരയ്ക്കാൻ, ജസ്റ്റ് വാല്യൂസ് ഇമാജിനറി എടുത്തെഴുതാൻ. എന്ത് സിമ്പിളാന്ന് നോക്കിക്കേ. ഇത് ഓൾറെഡി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്റ്റ് മെത്തേഡിലാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണാൻ തൊട്ട് മുമ്പ് ചോദിച്ചേക്കണേ. ഇവിടെ ആ ഡയറക്റ്റ് മെത്തേഡിൽ അതിൻ്റെ ഫോർമാറ്റ് വെറുതെ എഴുതി ഇഷ്ടമുള്ള വാല്യൂസ് ഇട്ട് കൊടുത്താൽ 10 മാർക്ക് ഈസി ആയിട്ട് വാങ്ങിയെടുക്കാം. അപ്പോൾ എനിക്ക് തന്നെ വലിയ തരക്കേടില്ലാതെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് എനിക്കറിയാം അടുത്ത പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ്. മൺഡേയിൽ എക്സാം അല്ല, അടുത്ത പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ആണ്. സോ ഇൻകം ടാക്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ആദ്യം ചേരുന്ന 100 പേർക്കാണ് അഡ്മിഷൻ ഉള്ളൂ. ഓൾറെഡി എനിക്ക് കുറച്ച് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.